ഈ ഐഡന്റിറ്റി ക്രൈസിസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മിക്ക ആൾക്കാരും കടന്നു പോകുന്ന ഒരു സംഭവമാണ് ഈ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ വ്യക്തിത്വവും ലക്ഷ്യവും മൂല്യങ്ങളൊക്കെ പറ്റിയിട്ട് വരുന്ന ഒരു ആശയക്കുഴപ്പമാണ് ഈ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ടീനേജ് ഒക്കെ കഴിയുന്ന സമയത്ത് ഞാൻ ആരാണ്, ഞാൻ എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എനിക്കിഷ്ടമുള്ളത് എന്താണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വല്ലാത്തൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ ആ ഒരു ഫേസൊക്കെ കഴിഞ്ഞ് അതിനെ ഒന്ന് മാനേജൊക്കെ ചെയ്ത് ഒന്ന് ഓക്കെ ആയതിന് ശേഷം നമ്മൾ അടുത്തതായി കടക്കുന്ന ഒരു ഫേസാണ് യൗവനം. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവില്ല നമ്മൾ മുന്നേ നേരിട്ടതിനേക്കാളും വലിയ പ്രതിസന്ധിയാണ് ഇനി നേരിടാൻ പോണത് എന്നുള്ളത്. ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞാലോ ഈ ഐഡൻറ്റിറ്റി ക്രൈസിസിൻ്റെ ഒരു പ്രോ വേർഷൻ പോലെയാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 2.5 വർഷമായി. കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോഴും ആ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിൽ നിന്ന് ഞാൻ പുറത്ത് വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ ഇപ്പം അങ്ങനെ ഒരു ക്രൈസിസിൽ ചെന്ന് എത്തുമ്പോൾ അതെനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ധൈര്യം. തുടക്കത്തിൽ ഇത് എനിക്ക് മാത്രമുള്ള പ്രശ്നമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ച സമയത്താണ് അവരും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും ഇപ്പോഴും അതിന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. സത്യത്തിൽ ഒരു ഘട്ടം എത്തിയപ്പോൾ ഇത് ഞാൻ തന്നെയാണോ, ഞാൻ പഴയതുപോലെ തന്നെയാണോ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ലൂപ്പ് കിടന്ന പോലെയായിരുന്നു എൻ്റെ അവസ്ഥ. പക്ഷെ പതിയെ പതിയെ ഞാൻ അതിൽ നിന്ന് പുറത്ത് വന്ന് അത് മാനേജ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്.